നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ നിൽക്കുന്ന കാലഘട്ടമാണിത്. എവിടെ നോക്കിയാലും ഇത് വാട്സപ്പുകളുടെ കാലഘട്ടമാണ്. ഇത് ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും കാലഘട്ടമാണ്. എവിടെയും ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ കേൾക്കുകയല്ലേ, നമ്മൾ ഒരാളെ കേൾക്കുകയാണെങ്കിൽ അവിടെ ആലോചിക്കണം അയാളാര്, അയാൾ ഹക്കായ റൂട്ടിലുള്ള ആളാണോ എങ്കിൽ അയാൾ മാത്രമേ അയാൾ കേൾക്കാൻ പാടുള്ളൂ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും, ചിന്തിക്കണം ഈ ഹയായിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സതുപദേശം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടാൽ ലാ തജ്ലിസ് ഇലൈഹി, അയാൾ അടുത്ത് പോയി ഇരിക്കരുത്. ഹത്താ തതഫഖദ അൻഹു, അയാളെ പറ്റി നീ അന്വേഷിക്കുന്നത് വരെ ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് അയാൾ അടുത്ത് പോയി അയാളെ ഉപദേശം കേൾക്കാവൂ. എന്തുകൊണ്ട്? ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ ലാ തജ്ലിസ് ഇലൈഹി, അദ്ദേഹം ബിദ്അത്തിന്റെ ആളാണെങ്കിൽ ഇരുന്ന് കൊടുക്കരുത്. ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്വാൻ, ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്വാൻ, പിശാചിന്റെ നാവ് കൊണ്ടല്ലാതെ അയാൾ സംസാരിക്കുകയില്ല. ശ്രദ്ധിക്കണം. നമുക്ക് നേരായ വഴിക്ക് പോകണം. മരിക്കുന്ന നേരത്ത് മലക്കുകൾ ഇറങ്ങി വരും, നമ്മെ സന്തോഷിപ്പിക്കും. നമുക്ക് വല്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാവും. ആ നേട്ടങ്ങൾ വരും ആഴ്ചകൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണം, ഒരാവശ്യമായ ചിന്ത കൊണ്ടുവരികയാണ്. ചിന്തിക്കണം, അള്ളാഹുവിലേക്ക് എങ്ങനെയാ വാസിലാവുക? അള്ളാഹുവിലേക്ക് വാസിലായവരിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് വാസിലാവില്ല. നീ ഒറ്റക്കൊരാളായി ഓടിയാലും ഒരാൾ ഒറ്റക്കായാൽ നരകത്തിൽ ഒറ്റപ്പെടുമെന്നാൽ അതൊരു കാര്യവുമില്ല. ഒറ്റയിട്ടു പോകുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയും എന്നിട്ട് ചൊവ്വായ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് വാസിലാകണമെന്ന് എല്ലാവർക്കും കൊടിയാണ്, ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ അള്ളാഹുവിലേക്ക് വാസിലായവരിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് വാസിലാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിലെത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തിയവരെ അനുധാവനം ചെയ്യും. അതാണ് അതാരാദ് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളെ പിൻപറ്റി പോകണം. അവരെ ഇഷ്ടപ്പെടണം, അവരെ അപദാനങ്ങൾ അറിയണം, അവരെ ചരിത്രം അറിയണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, വളരെ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ചരിത്രം അറിയൽ മർമ്മമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നീ പിൻപറ്റി വരിക, എന്നാൽ അള്ളാഹുവിലേക്ക് വാസിലാകാൻ കഴിയുമെന്ന്. അതാണല്ലോ അള്ളാഹുവിലേക്ക് വാസിലാകലാണല്ലോ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരലാണല്ലോ ഹിദായത്ത്. അതിനെന്ത് വേണം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ആ വഴിയിൽ നീ വരണം. അതിനെന്ത് വേണം? അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ചരിത്രം പഠിക്കണം. അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ചരിത്രം പഠിക്കണം. സ്വാലിഹീങ്ങളുടെ മഹത്വങ്ങളെ മനസ്സിലാക്കണം. അവരെന്തുകൊണ്ട് സ്വാലിഹായി എന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ട് അവർ അള്ളാഹുവിൽ എത്തിച്ചേർന്നു എന്ന് തിരിച്ചറിയണം. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നത്? എന്തൊക്കെയാണ് അവർ അധ്വാനിച്ചിട്ടുള്ളത്? എന്തിനെയൊക്കെയാണ് അവർ അവലംബിച്ചിട്ടുള്ളത് എന്നതിനെ തിരിച്ചറിയണം.